നിങ്ങൾക്ക് +2 വിദ്യാഭ്യാസ യോഗ്യതയുണ്ടെങ്കിൽ നമ്മുടെ പാരാമിലിറ്ററി യൂണിഫോം ഒക്കെ ഇടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വളരെ മികച്ചൊരു അവസരം ഇപ്പോൾ SSBയിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് SSBയിലേക്ക് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. സശസ്ത്ര സീമാ ബാൽ എന്ന് പറയുന്ന നമ്മുടെ പാരാമിലിറ്ററി ഫോഴ്സിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഫോഴ്സിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചത്. അതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹെഡ് കോൺസ്റ്റബിൾ, സ്റ്റിവാർഡ് ഉണ്ട്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, പിന്നെ ഇലക്ട്രീഷ്യൻ ഉണ്ട്, പിന്നെ വെറ്റിനറി ഉണ്ട്. ഇത്രയും പോസ്റ്റുകളാണുള്ളത്. ഓരോരോ വിഭാഗത്തിലും റിപ്പോർട്ട് ചെയ്ത വേക്കൻസിയും നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം. ആകെ മൊത്തം 233 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് 25,500 മുതൽ 81,100 വരെ ആയിരിക്കും ശമ്പളം എന്ന് പറയുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ബേസിക് മാത്രമാണ്. തുടക്കത്തിൽ നിങ്ങൾ കയറുമ്പോൾ തന്നെ 25,500 അല്ല, അതിൽ കൂടുതൽ നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കും. കാരണം ഒരുപാട് അലവൻസും കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഒരു യൂണിഫോം പോസ്റ്റാണ്, നമ്മുടെ മിലിറ്ററി വിഭാഗത്തിൽ, പാരാമിലിറ്ററി വിഭാഗത്തിൽ പെടുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഓരോരു പോസ്റ്റും അതിൻ്റെ ക്വാളിഫിക്കേഷനും നമുക്ക് നോക്കാം. ഹെഡ് കോൺസ്റ്റബിൾ സ്റ്റിവാർഡ് 18 to 27 വയസ്സ് വരെ അപേക്ഷിക്കാം. +2 ഉണ്ടായിരിക്കണം. അതുപോലെ ഡിപ്ലോമ, ഡ്യൂറേഷൻ ഓഫ് 2 year ആണ്. 2 വർഷത്തെ കാറ്ററിംഗ് ആൻഡ് കിച്ചൺ മാനേജ്മെന്റിലുള്ള ഡിപ്ലോമ ചോദിക്കുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ അതിൻ്റെ കൂടെ വർക്കിംഗ് എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ കമ്മ്യൂണിക്കേഷൻ പോസ്റ്റ് 18 to 27 വയസ്സ് വരെ അപേക്ഷിക്കാം. +2 സയൻസ് ആണ് യോഗ്യത കേട്ടോ. ഇതിന് +2 മാത്രം മതി. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ രണ്ടാമത് പറയുന്ന ഈ പോസ്റ്റിന് +2 മാത്രമാണ് വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത്. +2 സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സോട് കൂടി നിങ്ങൾ പഠിച്ച് പാസ്സായിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാം. ഇനി ഈ രീതിയിൽ നിങ്ങൾക്ക് യോഗ്യത ഇല്ലെങ്കിൽ ഓറെന്ന് കാണാൻ സാധിക്കും. അതായത് ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് നമ്മുടെ 3 year ഡിപ്ലോമയാണ് പറഞ്ഞത്. അത് ഇലക്ട്രോണിക്സിലോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിലോ കമ്പ്യൂട്ടർ സയൻസിലോ ഇവിടെ പറയുന്ന ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇനി അടുത്ത പോസ്റ്റ് ഹെഡ് കോൺസ്റ്റബിൾ ഇലക്ട്രീഷ്യൻ ആണ്. 18 to 25 വയസ്സ് വരെ അപേക്ഷിക്കാം. 10ാം ക്ലാസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 2 year വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇനി വർക്കിംഗ് എക്സ്പീരിയൻസ് ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസിൻ്റെ കൂടെ 1 year സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. ഇനി അതും നിങ്ങൾക്കില്ല എന്നാണെങ്കിൽ 2 year ഡിപ്ലോമ നിങ്ങൾക്ക് ഈ ഒരു സമാന മേഖലയിൽ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാമെന്ന് പറയുന്നുണ്ട്. 10ൻ്റെ കൂടെ ഈ പറഞ്ഞ 3 ഏതെങ്കിലും ഒരു യോഗ്യത മതി. പിന്നെ ട്രേഡ് ടെസ്റ്റ് ഉണ്ടാകും, അത് പാസ്സാവേണ്ടതായിട്ടുണ്ട്. പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ വെറ്റിനറി ആണ്. 18 to 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. അതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് +2 തന്നെയാണ്. +2 സയൻസ് ആണ്. അതായത് ബയോളജി എടുത്ത് പഠിച്ചവർക്ക്, +2 ബയോളജി ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതിൻ്റെ കൂടെ 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് ഇൻ വെറ്റിനറിയിൽ പറയുന്നുണ്ട്. വെറ്റിനറി ആൻഡ് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ വെറ്റിനറി സ്റ്റോക്ക് അസിസ്റ്റന്റ് കോഴ്സിൽ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കും. സോ വളരെ പെട്ടെന്ന് നിങ്ങൾ അപേക്ഷിക്കുക. ഏപ്രിൽ മാസം 20ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കമന്റ് ബോക്സ് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ SSB എന്നൊന്ന് കമന്റ് ചെയ്താൽ മതി. സോ ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഞാൻ മെസ്സേജ് ആയിട്ട് ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ലിങ്ക് അയച്ചു തരാം. പിന്നെ 5 വർഷത്തിലുള്ള SC/STക്കും 3 വർഷത്തിലുള്ള OBCക്കും ഉണ്ട്. നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ കാണുകയാണെങ്കിൽ നേരെ താഴെയായിട്ട് റിലേറ്റഡ് വീഡിയോ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്താൽ മതിയാവുന്നതാണ്. സോ ഇതിന് ആദ്യം ഫിസിക്കലാണ് വരുന്ന എല്ലാ വിവരങ്ങളും ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞ യോഗ്യത ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട.